പ്രിയപ്പെട്ടവരെ, നമ്മുടെ കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷിക ദിനത്തിൽ പ്രിയപ്പെട്ട കലാകാരന്റെ പേരിലാണ് ഈ ചാലക്കുടി നഗരസഭയുടെ 4.5 ഏക്കർ വരുന്ന ഈ കലാഭവൻ മണി സ്മാരക പാർക്ക് ഇവിടെ നിലനിൽക്കുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചാലക്കുടിയുടെ വലിയ ചരിത്രം നമ്മൾ വിളിച്ചോതുന്ന അതിൻ്റെ ഒരു ചിമ്മിണി ഇന്നും അതിൻ്റെ ഒരു സ്മാരകമായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ് പാർക്കിൽ. ആ ചിമ്മിണിയിൽ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്റെ ഒരു ഛായാചിത്രം, ക്യാൻവാസിൽ തീർത്ത ഛായാചിത്രം, പ്രശസ്തരായിട്ടുള്ള 2 ചിത്രകാരന്മാരാണ് കുറേ ദിവസങ്ങളായി ഈ ചിത്രം നമുക്ക് രൂപപ്പെടുത്തി തന്നത്. ഇത് നമ്മുടെ ചിമ്മിണിയിൽ നിന്ന് ആലാപനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അനാച്ഛാദന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ മുഖ്യാതിഥി കൂടിയായിട്ടുള്ള പ്രിയ സംവിധായകൻ ശ്രീ ബ്ലസി സാറിനെ ക്ഷണിക്കുന്നു. ഒരു കലാകാരന് മരണാനന്തരവും ഇത്തരത്തിൽ ബഹുമാനിക്കുവാൻ തക്കതായിട്ട് നാട് ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമായിട്ട് ഞാൻ കരുതുകയാണ്. അതിൽ മുന്നിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. ൊക്കെ നമുക്ക് അനുഭവിക്കാൻ ഇടയാണ് ചാലക്കുടിയിലേക്കുള്ള മണിയുടെ ആരാധനാമം അർപ്പിക്കുന്നത്. കലാഭവൻ മണി സ്മാരക ട്രസ്റ്റും സംയുക്തമായി പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കലാഭവൻ മണി അനുസ്മരണം ചിരസ്മരണ 2025 കലാഭവൻ മണി നമ്മളെ വിട്ടുപിരിച്ചിട്ട് 9 വർഷം പൂർത്തിയാവുകയാണ്. ചാലക്കുടിയിലെ ഒരു സാധാരണക്കാരനായി ജനിച്ച് കഠിനാധ്വാനത്തിലൂടെ നിരവധി കനൽ വഴികൾ താണ്ടിയാണ് കലാഭവൻ മണി മിമിക്രിയിലും സിനിമാ ലോകത്തുമൊക്കെ പ്രശസ്തനായത്. ചിരസ്മരണ 2025 തിരിതെളിയുകയാണ്. മണിയോടുള്ള അഗാധമായ സ്നേഹവും ആദരവും ചിരസ്മരണ 2000 സ്വാഗതം ചെയ്യുന്നു. ജീവിതകാലത്തിന് ശേഷം ആ നാട് സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ, വേദനയോടെ അദ്ദേഹത്തിനെ സ്മരിക്കുക. സല്ലാപ എന്ന സിനിമയുടെ സഹായിയായി അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ജോലി ചെയ്യുമ്പോൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് സുന്ദരം എന്നെ ഇതാണ് കലാഭവൻ മണി, നമ്മുടെ ചെത്തുകാരനായി അഭിനയിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഈ നാടിനെ ഞാനുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കണ്ണി എന്ന് പറയുന്നത് ശ്രീ ലോഹിതദാസ് ആണ്, ഒപ്പം സുന്ദർദാസും. അവരിലൂടെയാണ് ഞാൻ ഈ നാട്ടിലൂടെ കൂടുതൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളത്, സഞ്ചരിച്ചിട്ടുള്ളത്. അവരിലൂടെയാണ് ഞാൻ കലാഭവൻ മണിയെ പരിചയപ്പെട്ടത് എന്നുള്ളതും ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. മത്സരിച്ച് സംസ്ഥാന തലത്തിലേക്ക് എത്തി 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ബ്ലസിയെയും ക്ഷണിക്കുന്നു. സഹോദരൻ നമ്മളെ വിട്ട് വേർപിരിഞ്ഞിട്ട് 9 വർഷം തികയുന്ന ഈ വേളയിലും അത് ഇന്നലെ നടന്ന പോലെ മനസ്സിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ് ആ വേദന. നമുക്കറിയാം, നമ്മൾ ചാലക്കുടിയിൽ ഓരോരുത്തരും ഓരോ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴും ചാലക്കുടി എന്നുള്ള പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരോട് ചേർത്ത് വെച്ച് ഓരോ വിശേഷങ്ങൾ പങ്കുവെച്ച വ്യക്തികളായിരിക്കാം നാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഈ 9 വർഷമായിട്ടും അദ്ദേഹം ഓരോരുത്തരുടെയും മനസ്സിലെയും ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് ഏറെ അത്ഭുതകരമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മണിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ്. എന്തായാലും ആ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടുത്തെ അമ്പലങ്ങളുടെ ഉത്സവങ്ങളായാലും പള്ളിപ്പെരുന്നാളുകളായാലും എല്ലാം സുഹൃത്തുക്കളോട് ചേർന്ന് ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു വലിയ മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത്.
എല്ലായിടത്തും മണി നിറഞ്ഞു നിന്നിരുന്നു. ഏത് പെരുന്നാളായാലും ഏത് ഉത്സവങ്ങളായാലും. കലാഭവൻ മണിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് ഉയർന്നു വന്ന ഒരു അതുല്യ പ്രതിഭയായിരുന്നു കലാഭവൻ മണി. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ MLA ഇനി അടുത്ത നിയമസഭയിൽ പോകുമ്പോൾ ഇന്ന് കേരളത്തിന്റെ ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ ഓരോ പ്രോഗ്രാമുകളാണ് കലാഭവമണിയെ കുറിച്ച്. വിവാഹങ്ങൾ നടത്തി കൊടുക്കുക, അവശരായ കലാകാരന്മാരെ അല്ലെങ്കിൽ രോഗികളെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇന്ന് എല്ലാവരും തിരക്കാണ്. അതുകൊണ്ട് അടുത്ത സബ്മിഷനിൽ മാർച്ച് 6 ഒരു അവധി ദിനമായിട്ട് പ്രഖ്യാപിക്കണം. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും എല്ലാവരും കൂടി നമുക്ക് 25 ലക്ഷം രൂപ നടപ്പാത പണിയാനായിട്ട് മണിയുടെ പേരിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. MLA അതിനുവേണ്ടിയൊക്കെ പരിശ്രമിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിരവധി സ്റ്റേജുകൾ മിമിക്രി എടുത്തിട്ടുണ്ട്, നിരവധി പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും മണി അഭിനയിക്കുന്ന പടത്തിൽ എനിക്കൊരു വേഷം ഉണ്ടാവും. മണി വിളിച്ചു തരും. അങ്ങനെയുള്ളൊരു കലാകാരൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്നുണ്ടായി ഇതിൽ കൂടി എന്ത് ഭാഗ്യം എനിക്ക് വേണ്ടത്. മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, ൂട്ടിന് ഞാനും വന്നൂട്ടി. ഇതാണ് മണിയുടെ പാട്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി MP ഇവിടെ വന്നിട്ടില്ല. പക്ഷെ പുള്ളി ഇവിടെ വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. മണിയെ കുറിച്ചുള്ള വാക്കുകൾ ഉള്ളിൽ എപ്പോഴും വേദന ഉളവാക്കുന്ന പല മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഇന്ന് ഡൽഹിക്ക് പോകേണ്ട ഞാൻ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഇന്ന് ചാലക്കുടിയിലെത്തി. സന്ദ്രൻ ബദലകം സിനിമ നടക്കുന്ന കാലഘട്ടം മുതൽ വളരെ എൻ്റെ ആദ്യത്തെ സിനിമയിൽ മണി ഓട്ടോറിക്ഷ വിളിക്കുന്ന ഒരു ചെറിയ സീക്വൻസിൽ തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ചാലക്കുടി വന്നതിന് ശേഷം ഞാൻ മണിയുടെ വീട്ടിൽ ഇവിടെ കയറാതെ പോയിട്ടില്ല. കാരണം ഈ റോഡ് ശരിയാക്കി എന്ന് പറഞ്ഞത് ഞാൻ കൊടുത്ത പൈസ, വേറെ ഒന്നുമല്ല, ഗതാഗതം കൈകാര്യം ചെയ്തത് ഞാനാണ്. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ വഴികളും ഞാൻ ശരിയാക്കും. കാരണം ഇവിടെ KSRTC സംവിധാനം ഉണ്ടാക്കും. ഓരോ വീട്ടിലും ഓരോ KSRTC ഉണ്ടാക്കും. അതിനുള്ള എല്ലാ സംവിധാനവും ഞാൻ എന്തായാലും അടുത്ത നിയമസഭയിൽ ഞാൻ ചർച്ച ചെയ്യും. ഇനി എൻ്റെ ചാനലിന്റെ സിമ്പിളും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. മഞ്ഞ ഉടുപ്പിട്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട്. ശരിക്കും നിങ്ങളെ കാര്യമുണ്ടോ, വല്ല കാര്യമുണ്ടോ നിങ്ങള്? നമസ്കാരം. ശരിക്കും പറഞ്ഞ ആടുജീവിതം സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നതായിരുന്നു. മനസ്സിലായോ? അത് ആടുജീവിതം സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നതാണ്. എന്റെ രൂപം മനസ്സിലായി. ഞാൻ ക്യാരക്ടറുടെ സമയമില്ലേ, അത് സാറിനെ പറ്റിച്ചു. ഇനി അടുത്ത ഏതെങ്കിലും ഒരു ജീവിതം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലായി. ജോസഫ് പുത്തമ്പലച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അച്ഛൻ്റെ സൗണ്ടുമായിട്ട് ചെറിയ സാമ്യമുണ്ട്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നാരായണൻകുട്ടി എനിക്കറിയാം. കുറേ നാളായിട്ട് നാരായണൻകുട്ടി എൻ്റെ ധ്യാനം കൂടുമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. ഞാനിപ്പോൾ എന്തായാലും നാരായണൻകുട്ടിക്ക് ധ്യാനമുണ്ട്. നേരെ ജാഫർക്കാരുടെ സൗണ്ടിലേക്ക് നമ്മൾ മാറി. ജാഫറുടെ കയ്യില ചുമ്മാ ഇരിക്കുകയാണ്. എൻ്റെ മണിയെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഒരുപാട് വേദികൾ പങ്കിട്ട ആൾക്കാരാണ്. ഞങ്ങളെ കലാഭവനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. നാരായണൻകുട്ടി ഉണ്ടായിരുന്നു. നാരായണൻകുട്ടി അന്ന് എപ്പോഴും ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല എന്ന് പറയുന്ന ആളാ. ഞാൻ നാരായണൻകുട്ടി ചെയ്യട്ടെ. നാരായണൻകുട്ടി ചേട്ടൻ ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടോ. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ ചോദിച്ചു, നാരായണൻകുട്ടി ചേട്ടൻ എങ്ങനെയാണ് സിനിമയിലേക്ക്? അത് ദീപനെ സിനിമ കാണുന്നത്. ദീപനെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ ദിലീപേട്ടൻ കണ്ട ഞാൻ 3/4 മണിക്കൂർ സംസാരിച്ചു. ദീപനായിട്ട് സംസാരിച്ചു. അത് മണിയുടെ പേരിലേക്ക് കിട്ടിയ അവാർഡ് ഒന്ന് കൈയടിച്ചു പിള്ളേരെ. ഓക്കെ, ഇതിപ്പോ പഠിച്ചാട്ടോ. കലാഭവൻ മണിയുടെ അനുസ്മരണം ഓരോ വർഷവും നമ്മുടെ ഏറ്റവും മികവോടുകൂടി ഏറ്റെടുക്കുകയാണ്. പല അനുസ്മരണങ്ങളും ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരുമ്പോൾ
കലാഭവൻ അനുസ്മരണ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ കൂടുതൽ മികവോടെ പരിപാടികൾ നടത്തണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ചാലക്കുടിക്കാർ.